DPharm കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ നല്ല ടെസ്റ്റുകൾക്കും റെയിൽവേ പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത വർഷം BPharm ലാറ്ററൽ എൻട്രിക്ക് അപ്പയർ ചെയ്തിട്ട് BPharmന് ചേരണമെന്ന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഗൈഡായിട്ട് എൻ്റെ പേഴ്സണൽ യൂസിൻ്റെ ഒരു സഹായത്തോടു കൂടിയിട്ട് എനിക്ക് മനസ്സിലായ ഒരു ബുക്കാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്, ദ റിവ്യൂ ഓഫ് ഫാർമസി. യെസ്, ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വേറെ ഏത് സംസ്ഥാനത്തിൻ്റെ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് പഠിക്കണം എന്നൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗൈഡായിട്ട് കയ്യിൽ കൊണ്ടുവെക്കാവുന്ന ഒരു സാധനമാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്സ്റ്റിൽ അത്യാവശ്യം ഒരുപാട് സോൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ DPharmൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലെയും എല്ലാ സബ്ജക്റ്റിലെയും മെയിൻ ആയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കിൻ്റെയും ഇൻഫർമേഷൻസ് ബ്രീഫായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2021 മുതൽ പുതിയ സിലബസ് പ്രകാരമുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള 12th എഡിഷനും കൂടിയിട്ട് ഇതിനുണ്ട് എന്നുള്ളതാണ്. BPharm ലാറ്ററൽ എൻട്രിക്ക് ഹോസ്പിറ്റൽ ട്രെയിനിങ്ങിലും ഫ്രീ കിട്ടുന്ന സമയത്ത് ഒരു 10-20 ദിവസം പഠിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയത്. എന്നിട്ടും എനിക്ക് 35 to 40യുടെ ഉള്ളിലായിരുന്നു എൻ്റെ റാങ്ക്. ഇതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ഒരു ബുക്കാണ്. അത്യാവശ്യം നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും MCQ ബേസിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ബുക്ക് കയ്യിലിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. അപ്പോൾ വേണമെന്നുള്ളവർ ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക.